ഓരോ ദിവസവും പ്രശ്നങ്ങളാണ് ഡോക്ടർ. ഐ തിങ്ക് ഐ ഗോ മാഡ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊക്കിൽ ഒതുങ്ങുന്നയാകാവോ എന്ന്. യുനോ, ഐ എം ഫ്രം എ വെരി വെരി ആവറേജ് ഫാമിലി. സത്യത്തിലേക്ക് ചേരാത്ത ബന്ധതയായിരുന്നു ഇത്. മെഡിസിൻ കഴിഞ്ഞതും ഈ ആലോചന എത്തിക്കയറി വന്നതാ. ആദ്യമൊക്കെ ഒരു ത്രില്ലായിട്ട് തോന്നി. പക്ഷെ വിവാഹത്തോട് കൂടുതൽ അടുക്കുന്തോറും ഒരുതരം കോംപ്ലക്സ്, വേണമായിരുന്നോ എന്ന വികാരം എന്നെ ഭരിക്കാൻ തുടങ്ങി. ബട്ട് ദ മാരേജ് ഹാസ് ടേക്കൺ പ്ലേസ്. പാരമ്പര്യവും പത്രാസും പറയാനില്ലാത്ത എനിക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്ന കൂട്ടുകാരികളായിരുന്നു ഹീറോയിസം. അവരെ കൂട്ടി കഥകളുണ്ടാക്കി. എപ്പടി പെട്ടി വായിച്ചുള്ള പരിചയമാണേ. ഇതൊക്കെ വായിക്കാൻ ചോലയിൽ കലയുടെ ചുവയുണ്ടായാൽ മതി. എന്താ അല്ലേ, ഒന്ന് അന്വേഷിച്ചു നോക്ക്. TD മെഡിക്കൽ കോളേജ് ഐസക് എന്ന് കേട്ട രോമാഞ്ചമണിയും. അതേടോ, ഞാൻ എന്ത് പറഞ്ഞാലും താഞ്ചിരി. കോളേജിന്റെ ഓരോ ചുവരിലും തങ്ക ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഐസക് ദ ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് വോക്കലിസ്റ്റ്, ബെസ്റ്റ് ഒറേറ്റർ, പ്രാസംഗികൻ. അത് കേട്ടാ തോന്നുന്നതൊന്നുമല്ല, സത്യമാണ്. കൂട്ടത്തിൽ പഠിച്ചിരുന്ന പെമ്പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. അത് നല്ല ചൊവ്വാന്നുള്ള പെമ്പിള്ളേര്. എല്ലാവർക്കും ഐസക് മതി, എങ്ങും ഒരു ഐസക് ഫീവർ. മാർഗരറ്റ് 3 വർഷമല്ലേ പുറകെ നടന്നത്. വലിയ ഫ്ലീറ്റ് ഓണന്റെ മോളാ. 3 വർഷം ഞാനും പിടിച്ചു നിന്നു. പിന്നെ ഞാനങ്ങ് തഴഞ്ഞു. ആർക്ക് വേണം ചട്ടക്കാരി? സുലേഖ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. എനിക്ക് അവളിൽ കുറെ മോഹങ്ങളുണ്ടായി. ക്ലാരെ, ഞാൻ വരെ തമാശ പറഞ്ഞതല്ലേ. എന്തിനാ കരയുന്നേ? കരയാതിരിക്കും ക്ലാരെ. ഏകമകൾ, വാത്സല്യത്തിൽ കഴിഞ്ഞവൾ, സ്വന്തം വീട് വിട്ട് ഭർത്താവിനോട് ചേർന്നപ്പോൾ തനിക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നൽ അവരോടൊത്ത് വളർന്നു. പിന്നെ അവരതിൽ ജീവിക്കുകയായി. I know all about paranoid personalities. They're always in a fix. എടോ, എന്റെ കാര്യം തന്നെ എടുക്കുക. ഒരു ദിവസം കുറഞ്ഞത് 50 നുണയെങ്കിലും ഞാൻ ശാന്തയോട് പറയും. പുള്ളിക്കാരി വിശ്വസിക്കും. ഞങ്ങൾക്ക് സന്തോഷമാ. 1000 നുണകൾ കോർത്തണിക്കൊരു നുണമാലയാണ് കുടുംബജീവിതം. ഇല്ലേ? കം ടു ദി പോയിന്റ്. കഴിയുന്നതും സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോയിന്റ് മെയിൻ സെക്രട്ടറി. അതറിയാതെയല്ല, സ്ത്രീകളാവുമ്പോ അവർക്ക് പേഷ്യൻസിനോട് കൂടുതൽ അടുക്കാനും പരിചരിക്കാനും കഴിയും. യു ആർ റൈറ്റ്. ബട്ട് ദി മോർ ഷീ സസ്പെക്ട്സ്, ദി മോർ യു ഷുഡ് ക്ലിയർ ദി വേസ്. ഇല്ലേ? ചേച്ചി, എന്ത് വേണം? അല്പം ചൂടുവെള്ളം വേണമായിരുന്നു ചേച്ചി. അവിടെ കൺസൾട്ടിംഗ് റൂമിൽ ഹീറ്റർ ഇരിപ്പില്ലേ? പ്ലഗ് കുത്തുക, സ്വിച്ച് ഇടുക, ചൂടാക്കുക. മനസ്സിലായോ? സോറി, കറണ്ട് ഇല്ലാത്തോണ്ടാ. എന്നിട്ട് ചൂടാക്കിയാ മതി. പിന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഈ അകത്തേക്കുള്ള കളി വേണ്ട. കണ്ണു തിരിഞ്ഞാൽ തള്ളി പിടിച്ച് അടുക്കളയ്ക്കകത്ത് തന്നെ സത്രവാ. ക്ലാരെ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കും. മാന്യമായി ജീവിക്കൂ. ഇനി അവളിവിടെ വരില്ല. നിക്ക്, ആ ജോലിക്കാരി ഇനി ഇവിടെ ആവശ്യമില്ല. എന്താ പുതിയ വല്ലതിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? 4 പേരുടെ പണിയെടുക്കുന്നതിന് 60 രൂപ കൊടുക്കുന്നത്. അവൾ ഇവിടെ നിന്നോളും. ഇനി അവളെ പറഞ്ഞു വിടാഞ്ഞിട്ടാ.
ഇന്ദിരാനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഏതാണ്? സെക്കൻഡ് സ്ട്രീറ്റ് തന്നെ. ഡോർ നമ്പർ ഏതാ? 5A. ആ കാണുന്ന വീട് തന്നെ. അത് ഒഴിഞ്ഞു കിടക്കുന്ന വീടാണല്ലോ. നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നതാ? ഞങ്ങൾ അവിടെ താമസിക്കാൻ വീട് കാണാൻ വന്നതാണ്. അമ്മകുട്ടി, പെണ്ണിരിക്കണ്ടിരിക്കണം. കാര്യം ചോദിക്കാൻ ആണൊരുത്തൻ കാറ ഇരിപ്പുണ്ടല്ലോ. ചുരുക്കുള്ള ആണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ കുണുണുപ്പുണ്ടല്ലോ. ആ വാസുട്ടാ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെയൊക്കെ പറയാതെ. നിന്നെ പോലെ ഒരുത്തല്ലേ ആ കാറില്? ആ ഇരിപ്പും ആ നോട്ടും ആ ഭാവവും കണ്ട എന്തൊരു മാന്യതയാ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആരാ, എന്താ, വീടെവിടാ, കൂടെവിടാ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തന്നെ. മുറികൾക്കൊന്നും അത്ര സൗകര്യം പോരല്ലേ? എന്താണാവോ കുറവ്? കിടപ്പുമുറിയിൽ കട്ടിലിട്ടാൽ പിന്നെ മനുഷ്യന് നടക്കാൻ ഇടമില്ല. ആ ഉള്ള സൗകര്യത്തിലൊക്കെ കിടന്നാ മതി. കേട്ടപ്പറ വലുതായില്ല പോലും. കൂടെ എനിക്ക് കിടക്കാനല്ലേ മതി. വാസുട്ടാ, വീട് വാങ്ങുവല്ലേ? ഇത് മതി. ഇവിടെ ആരാ താമസിച്ചിരുന്നേ? അടച്ചിട്ടിരിക്കായിരുന്നു. ഓ, നല്ല വീടല്ലേ മോനെ? അവിടെ ആരാ താമസിക്കുന്നേ? അവിടെ ഏതോ ദുബായക്കാര് താമസിക്കുകയാണ്. അവിടെ ആര് താമസിച്ച നിനക്കെന്താ? വന്ന് കേറിയില്ല, അതിന് മുമ്പേ തുടങ്ങി. ഇവിടെ ആരാ, അവിടെ ആരാ? അയൽപക്കവും കാര്യങ്ങളും അറിയാമെന്ന് വെച്ച് ചോദിച്ചതാ. അയൽവക്കവും കാര്യങ്ങളും എന്താണാവോ കാര്യങ്ങള്? ഇതുപോലെ കാര്യം അന്വേഷിച്ചാ ആ വടുതല വീട് വിപ്പിച്ചത്. നമുക്ക് പോകാമേ? അമ്മേ പോകാം. പോടാ. എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? വണ്ടിയേ നിന്റെ അമ്മയുടെ സ്ത്രീധനമൊന്നുമല്ല. ഇത് കൊടുക്കൂ. ആ, നീ 2 ദിവസം ഇവിടെ നിൽക്കുമ്പോളെ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അയ്യോ, അപ്പച്ചന് എന്നതായി പറയുന്നേ? വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അപ്പച്ചന് അറിയില്ല അല്ലേ? ഞാനില്ലെങ്കിൽ ഡോക്ടറുടെ ഒരു കാര്യം നടക്കത്തില്ല. രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്നാ കുടിക്കാൻ പാല്, കുളിക്കാൻ കറിയാ സോപ്പ്, ചീപ്പ്, കണ്ണാടി. വല്ലതും കഴിക്കാനിരുന്നാലോ ഞാൻ തന്നെ വിളമ്പി കൊടുക്കും വേണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കഴിക്കത്തില്ല അപ്പച്ച. ഹാ, കഴിക്കത്തില്ലെന്നേ. എല്ലാത്തിന്റെയും വാല് തൂങ്ങി നടക്കാൻ ഞാൻ തന്നെ വേണം. ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ മണി 12 ആവും. ഇല്ല ഏച്ചക്കെ? അതെ അതെ, എന്റെ പൊന്നപ്പച്ച, ഇവളില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സമാധാനവും ഇല്ല. എന്റെ മാമച്ച, അവള് പോട്ടെന്നേ. ആ, എങ്കിൽ പൊയ്ക്കോടി മോളെ. ഇതാര്? ആ, ഐസക്കോ? ആ, മോളിയോ? ഹലോ. ആ, നമുക്ക് പോവാം. പാപ്പച്ചി വരട്ടെ. ആ, ചെല്ലു മോളെ. സമയം അങ്ങ് പോകുന്നല്ലോ. എവിടെ പോയി കിടക്കുന്നത്? സാറേ, കച്ചമയ്ക്ക് വല്ലതും വേണ? എന്താണ് സാറേ, പ്രസിദ്ധീകരണങ്ങളെ മംഗളം, മനോരമ, മനോരാജ്യം, മാമാങ്കം. മാർക്കറ്റിൽ പോണ്ടേ? കച്ചമ്മേ, മാ രാവിലെ നമ്മുടെ അമ്മ കൊണ്ടുപോടാ. ഡ്രൈവർ വരട്ടെ. ഡ്രൈവറോ? അതെ, തനിച്ചുള്ള മാർക്കറ്റിൽ പോക്ക് വേണ്ട. കാറെ പോക വരിക. ഇതിനോ കൂടെ തൂങ്ങാൻ എനിക്കാവില്ല. ആരാ? ഞാനാ ഡ്രൈവർ പാച്ചുപിള്ള. കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടാ. ആ, ഞാൻ കാത്തിരിക്കായിരുന്നു. മുമ്പ് എവിടായിരുന്നു? ആനത്താനം, ആനവളരി, കൊല്ലംകുളം, കൊട്ടുവാപ്പള്ളി. താൻ ഈ കിഴക്കന്മാർ അച്ചായന്മാരുടെ ഓടിച്ചിട്ടുള്ളൂ. നല്ല നായന്മാരുടെ ഒന്നും ഓടിച്ചിട്ടില്ലേ?
അതിനല്ലേ ഇവിടുത്തെ ഓട്ടിക്കാമെന്ന് വെച്ചത്. ആ വണ്ടി എടുത്ത് കാണട്ടെ. ഓ ഭഗവാനേ, എവിടെ നോക്കി അവിടെ ഉണ്ടാക്കുന്നത്? മകനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൻ നിർത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ പോന്നതാ. മോനെ, നാശം. പിടിച്ചോലെ ഭ്രാന്താശുപത്രിയിലും കൊണ്ടിട്. ഇങ്ങനെ ഈ ഒരു ചിന്തയുള്ളൂ. എനിക്ക് മടുത്തമ്മേ, ഞാൻ വല്ല വഴിക്കും പോവാ. നീ പോയാൽ എനിക്കാരാ? ഞാനും സഹിക്കാണ് മോനെ. എനിക്കൊരു ഭർത്താവ് വേണം, നിനക്കൊരു അച്ഛൻ വേണം, നമുക്കൊരു കുടുംബം വേണം. എന്ത് കുടുംബം? ഇതാണോ കുടുംബം? പുറത്തിറങ്ങി എനിക്കെന്താ അഡ്രസ്? അമ്മയുടെ വീട്ടിൽ പോയ എനിക്കെന്താ അഡ്രസ്? ആ വട്ടിന്റെ മകനെന്നല്ലേ? ആരെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ അച്ഛനൊന്ന് സമ്മതിക്കണ്ടേ? Consulting time up to 8 o'clock. എന്തിനാ ഇത്? കർത്താവേ. രോഗികളെ തൊട്ടെന്ന് പിടിച്ചു നോക്കിയിരിക്കില്ലേ? അതിനുകൂടി സൗകര്യമുള്ള രോഗികളെയാണല്ലോ വരുത്തുന്നത്. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ എന്നതാ ഇതെന്നാ എഴുതി വെച്ചിരിക്കുന്നേ? മനഃശാസ്ത്രജ്ഞന്റെ മറുപടി: രോഗവിവരം വ്യക്തമല്ല, ശാലിനി നേരിൽ കാണുക. മാസികയിലൂടെ ക്ഷണം. ശാലിനി നേരിൽ കാണണം. എന്തിനാ? കുട്ടി, മാസികയിൽ വായിച്ചത് നീ മനസ്സിലാക്കാഞ്ഞിട്ടാ. ഓഹോ, പിന്നെ മലയാള ഭാഷ വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. സോപ്പിട്ട് കൈ കഴുകിയാൽ എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. ഓ, ഒരു ഡോക്ടർ കുറെ രോഗികൾ. എനിക്കറിയാം എന്റെ ജീവിതം നശിച്ചെന്ന്. എന്താ ക്ലാരെ, എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ എന്താ ഇങ്ങനെയൊക്കെ?